നമ്മളിതാ നീളം മുളക് നമ്മളെ വീട്ടിലുണ്ടായത് തന്നെ കേട്ടാ. നീളം മുളക് ചാക്കിൽ വെച്ചുണ്ടാക്കിയതാണ്. വൈതള ചെറുതാണ്. ഇത് വേറൊരു മുളകിൻ്റെ തൈയാണ്. വൈതളതാ. പിന്നെ ഇത് മുളക് നല്ല നല്ല കാന്താരി സൂപ്പറായിട്ടുള്ള മുളക് കിട്ടാം. അതുപോലെ തന്നെ വയലറ്റ് മുളക്, അതുപോലെ തന്നെ വെള്ള മുളക് കിട്ടാം. വൈതളങ്ങ കേട്ടോ, വൈലറ്റ് വൈതള. അതുപോലെ തന്നെ ചെറുനാരങ്ങ കേട്ടോ, മഞ്ഞ ചെറുനാരങ്ങ ഉണ്ട്. പുറത്തെ വിദേശ സാധനങ്ങളാണിത്, എല്ലായിടത്തും ഉണ്ടാവും. നമ്മളെ വീട്ടിൽ ഉണ്ടായതൊന്ന് കാണിച്ചതാണ് കേട്ടോ. ഇതൊക്കെ തന്നെ നമ്മളെ വീട്ടിലുണ്ടാവുള്ളൂ കേട്ടോ. വലിയ നാരങ്ങ, മഞ്ഞ നാരങ്ങ പുറത്തുനിന്നൊക്കെ പറഞ്ഞ യുവയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അതാണ് ഈ സാധനം കേട്ടോ. നാരങ്ങ മരം, പപ്പായ, റംബൂട്ടാൻ്റെ തൈ ചെറുതാണ്. റംബൂട്ടാൻ്റെ ചെറിയ തൈയ, ഒരു കൊല്ലം ആവണുള്ളൂ കേട്ടോ. കറിവേപ്പിൻ്റെ അല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ പ്ലാവുമൊക്കെ ചക്ക ഉണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞതാണ്. പേരക്ക, നല്ല ടേസ്റ്റുള്ള പേരക്കാണ്. ചെറിയ പേരക്കാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ കായ്ക്കും. അത് പൊട്ടിച്ചിങ്ങനെ തിന്ന് നല്ല രസമാണ്. ഇത് പിന്നെ മുള്ളൻ ചക്കയാണ്. പക്ഷെ ഇപ്പോൾ ഉണ്ടായി, മഴക്കായിൻ്റെ ദിവസം ഉണ്ടായി കഴിഞ്ഞ് വീണതാണ്. കഴിഞ്ഞ് എന്താ ക്യാൻസറിനൊക്കെ നല്ല സാധനമാണെന്ന് പറഞ്ഞേക്കാം. എന്താ പ്രതിരോധത്തിനും അതിനൊക്കെ നല്ല സാധനമാണെന്ന് പറഞ്ഞേക്കെ. അതുള്ളൂ. അതുപോലെ തന്നെ അബുക്കാടോ, ഒരു 18-20 വർഷമായി. പക്ഷേ നല്ല കരുത്തായിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ മറ്റേ ഒട്ട് വെക്കാനുള്ള പരിപാടിയിലാണ്. അത് നാളായിട്ട് ആൾ വരും. അപ്പം അതും കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ സ്നേഹിതൻ സുഹൃത്തിൻ്റെ വീട്ടിലുണ്ട് ഒട്ട്. അത് ചെയ്യാൻ അത് അതിമന്ന് കൊടുത്തിട്ട് ബെഡായിട്ട് വെക്കണേ. അപ്പം അതിൻ്റെ ആൾ നാളൊക്കെ ആയിട്ട് വരും. കുറേ കാലമായിട്ടൊരാഗ്രഹമായിരുന്നു വട്ടറുണ്ടാകണം കാണണമെന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു വീഡിയോയിൽ വരുവേ. പിന്നെ അത് പപ്പായ ഇലകളായിട്ട് മുറിഞ്ഞു ഉണ്ടായി കഴിഞ്ഞതാണ്. ഒരു മരത്തുമ്പോൾ പപ്പായ കേട്ടോ. വേപ്പും തയ്യാണ് കേട്ടോ. വേപ്പ്, കറിവേപ്പ് കേട്ടോ. ചേന, ചേമ്പ്, വാഴ കൂട്ടം. അതുപോലെ തന്നെ അരിനെല്ലിയാണ്. അരിനെല്ലി ഉണ്ടായിട്ടില്ല, ഇതുവരായിട്ട് കായ്ച്ചിട്ടില്ല. അതും ചെയ്യണം, ബെഡായിട്ട് വെക്കണം. അതിനെ കൊട്ട് വെച്ചിട്ട് നോക്കണം. ഈ നാരങ്ങയും കുറേ വർഷമായി. ഇപ്പോൾ ഏത് നാരങ്ങയാണെന്ന് അറിയില്ല, പക്ഷെ ഉണ്ടാകുന്നില്ല. കുറേ കാലമായിരിക്കുന്നത്. ചക്കപ്പഴം, പക്ഷേ ഇതിന് ഉണ്ടായിട്ടില്ല. അതും കുറേ കാലമായിരിക്കുന്നു. അതും കൊടുന്ന് വെച്ചിട്ടൊരു കൊല്ലത്തിൻ്റെ മേലായി. ഉണ്ടായി വരുന്നുണ്ട്, ഉഷാറായി വരുന്നുണ്ട്. മുരിങ്ങ ഞാൻ വേറെ സ്ഥലത്തു നിന്ന് കൊടുത്തിട്ട് അവിടുത്തെ കരുത്തായിട്ട് ഉഷാറായി ഉണ്ടായത് കണ്ടിട്ട് കൊടുന്ന് വെച്ചതാണ്. പേരൊക്കെ കൊഴിഞ്ഞ്, പക്ഷെ ഒന്നും മുരിങ്ങാക്കായ ഉണ്ടായിട്ടില്ലേ. റോസ് പൂവ്, ഇതാണ് എൻ്റെ വീട്. ഇതൊന്ന് വെറുതെ എടുത്തതെന്നുള്ളൂ. മറ്റൊക്കെ ഒന്ന് കാണിക്കാല കൂടുതലും നിർത്തുള്ളൂ. പിന്നെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രവാസി ജീവിതം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തോട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന, പ്രവാസ ജീവിതത്തിലുണ്ടായ ടൈമിലുണ്ടാക്കിയ വീടാണ്. എല്ലാവരും പ്രാർത്ഥനയും സ്വയം ആണ്ടുകൊണ്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.